ബിഗ് ബോസ് സീസൺ 6-ന്റെ 78ാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഗ്രാൻഡ് ഫിനാലയുടെ അടുക്കുമ്പോൾ ആരാണ് കഠിനാധ്വാനത്തിലൂടെ ഇത്രയും കാലം ഇവിടെ വീട്ടിൽ പിടിച്ചു നിന്നതെന്നും ഭാഗ്യത്തിലൂടെ ആരൊക്കെയാണ് വീട്ടിൽ നിൽക്കുന്നതെന്നുമുള്ള ചോദ്യം ലാലേട്ടൻ വീട്ടുകാരോട് ചോദിച്ചു. അൻസിബിയാണ് ലക്ക് കൊണ്ട് വീട്ടിൽ നിൽക്കുന്നതെന്നും അർജുനാണ് ഹാർഡ് വർക്ക് കൊണ്ട് വീട്ടിൽ നിൽക്കുന്നുവെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അഭിഷേക് ജിൻഡോയാണ് ഹാർഡ് വർക്കർ എന്നും നോറയാണ് ലക്ക് കൊണ്ട് വീട്ടിൽ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. സിജോ പറഞ്ഞത് അൻസിബിയാണ് ലക്ക് കൊണ്ട് നിൽക്കുന്നതെന്നും ജിൻഡോയാണ് ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നതെന്നാണ്. ഋഷി അൻസിബി ഹാർഡ് വർക്കർ എന്നും നോറയെ ലക്ക് കൊണ്ട് നിൽക്കുന്നുവെന്നാണ് പറഞ്ഞത്. അൻസിബ ജിൻഡോയെ ഹാർഡ് വർക്കർ എന്നും നോറയെ ലക്കി ഫാക്ടർ എന്നും പറഞ്ഞു. നോറയ്ക്ക് ലക്ക് ഫാക്ടറായി തോന്നിയത് ജിൻഡോയും ഹാർഡ് വർക്കറായി തോന്നിയത് അർജുനെയുമാണ്. നോറയ്ക്ക് കൃത്യമായിട്ടുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ പോലും ജിൻഡോയെ ലക്ക് ഫാക്ടർ എന്ന് പറയാൻ ഒരു ചാൻസും, കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ജിൻഡോ മാത്രമാണ്. ഇതിനുശേഷം ജിൻഡോയുടെ അവസരം വന്നപ്പോൾ നോറയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്താണ് ജിൻഡോ സംസാരിച്ചത്. ലക്കി ഫാക്ടർ ഇവിടെ നോറയാണെന്നും ഹാർഡ് വർക്കർ അൻസിബിയാണെന്നാണ് ജിൻഡോ പറഞ്ഞത്. അർജുന്റെ കാഴ്ചപ്പാടിൽ ജിൻഡോ ഹാർഡ് വർക്കറും നോറ ഒരു ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുമാണ്. അടുത്ത ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസ് പോയിന്റ് ആയിരുന്നു. ആദ്യം ഒരു ബോണസ് പോയിന്റ് മാത്രമെന്നാണ് പറഞ്ഞത്. വീണ്ടും ഒരു വ്യക്തിക്ക് ബോണസ് പോയിന്റ് നേടാനുള്ള ചാൻസ് ലാലേട്ടൻ കൊടുത്തു. ടാസ്കിൽ മിന്നുന്ന പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത്. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ പെർഫോമൻസ് ചെയ്യുന്നത് ഒന്ന് അഭിഷേകും അർജുനനും ഋഷിയുമാണ്. ജിൻഡോ ആണെങ്കിൽ ഫിസിക്കൽ ടാസ്കുകളെല്ലാം തന്നെ പെർഫോം ചെയ്യാറുണ്ട്. വേഗത ആവശ്യമുള്ള ടാസ്കുകളിൽ ജിൻഡോ കുറച്ച് പുറകോട്ടാണ്. ഇടയിലാണ് ജാസ്മിൻ ടാസ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത്. ശരിക്കും ലാലേട്ടൻ പോലും ഞെട്ടിപ്പോയി ജാസ്മിന്റെ പ്രകടനം കണ്ട്. പിന്നീട് ലാലേട്ടൻ മത്സരാർത്ഥികൾക്കായി മുഖം നോക്കി പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുഖം നോക്കാതെ പറയാമെന്ന് പറഞ്ഞ് ഒരു ടാസ്ക് ഒന്ന് കൊടുത്തു. നോറ തെരഞ്ഞെടുത്ത് ജാസ്മിനെയാണ്, ജാസ്മിൻ തെരഞ്ഞെടുത്ത് ശ്രീധുവിനെയും, നോറ വീണ്ടും സിജോയെ തെരഞ്ഞെടുത്തു. സിജോ തെരഞ്ഞെടുത്തത് അഭിഷേകിനെയായിരുന്നു. അവരുടെ മനസ്സിൽ പറയാൻ ബാക്കി വെച്ചതൊക്കെ അവിടെ വെച്ച് അവർ നന്നായിട്ട് ഓപ്പൺ ചെയ്തു. അടുത്ത എവിക്ഷൻ പ്രോസസ് ആയിരുന്നു. ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് അങ്ങനെ അൻസിബ പുറത്തായി. അൻസിബ പുറത്തായത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ള ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ബിഗ് ബോസിലെ വോട്ടിംഗ് സമ്പ്രദായത്തിനെ കുറിച്ചുള്ള അഭിപ്രായം അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യം വ്യക്തമല്ല. ചിലപ്പോൾ വോട്ടിംഗ് മറിഞ്ഞതായിരിക്കാം. അൻസിബ എന്തായാലും ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഋഷിക്ക് അൻസിബ ഫാൻസ് വോട്ട് ചെയ്തതായിരിക്കാം. ഇത് വേണം കാരണമായി നമുക്ക് എടുക്കാം. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.